നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയൽസ് ഒക്കെ നോക്കാറുണ്ടോ? അതിനകത്ത് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ റെഫർ ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. റെഫർ ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. കാരണം നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ കഴിയും. അപ്പം അതിനകത്തുള്ള പ്രോബ്ലംസ് ഒക്കെ തന്നെയാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെയുള്ള ചില പ്രിന്റഡ് നോട്ട്സ് ഉണ്ട്. കണ്ടല്ലോ നിങ്ങൾ? നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം കാണിച്ചാൽ എവിടെയാണുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. നമ്മളുടെ ഇവിടെ പലപ്പോഴും ഞാൻ മെറ്റീരിയൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതെ, പണ്ട് റോജിൻ സാറ് കുറച്ച് പ്രിന്റഡ് നോട്ട്സ് കിട്ടുന്നുണ്ട്. അതിനകത്ത് മോഡ്യൂൾ ഫോർ വാല്യുവേഷൻ നോട്ട്സ് എന്ന് പറയുന്ന നോട്ട്സിനകത്ത് കുറച്ചും കൂടി പ്രോബ്ലംസ് അവൈലബിൾ ആണ്. അപ്പൊ ഈ നോട്ട്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എവിടെയുള്ളതെന്നാണ് കാണിച്ചത് ഗൂഗിൾ ക്ലാസ് റൂമിൽ. അപ്പം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇന്നലെ ചെയ്ത പോലത്തെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഇന്നലെ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ റെക്കറിംഗ് ഡെപ്പോസിറ്റിന്റെ കൺസെപ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കൊല്ലവും നമ്മൾ ഓരോ എമൗണ്ട് ഇട്ടുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഇങ്ങനെ നമുക്കിങ്ങനെ പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ സിങ്കിങ് ഫണ്ടും ഈ പറയുന്ന ഡിപ്പോസിറ്റ് സ്കീമും തമ്മിൽ നല്ല റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഇക്വേഷൻ ഒക്കെ നമ്മൾ അതുപോലെ എഴുതുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്കിന്ന് നോക്കാം അല്ലെ. An owner decided to sell his property, which comprises of 607 meter square of land area with 20-year-old building having a print area of 200 meter square. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളുടെ ഓണർ ഒരു ബിൽഡിംഗ് വിൽക്കാൻ പോവാണ്. അപ്പൊ ബിൽഡിങ്ങിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കിയാൽ 20 വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. അപ്പം ഈ മെത്തേഡ് യൂസ് ചെയ്യേണ്ടത് ശരിക്കും നിങ്ങൾ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളുടെ ബിൽഡിങ്ങിന്റെ ഒരു വിൽക്കാൻ പോവാണ്. 20 years കഴിഞ്ഞ് വിൽക്കാൻ പോവാണ്, 10 years കഴിഞ്ഞ് വിൽക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യേണ്ടത്. പിന്നെ ഇതിനകത്ത് ചെയ്യുന്നത് നമ്മൾ 20 years കഴിയുമ്പോൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് കൂടുതലും പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിന്റെ 607 ഒരു മിനിറ്റ്. സിക്സ് നോട്ട് സെവൻ മീറ്റർ സ്ക്വയർ ആണ് ലാൻഡ് ഏരിയ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ പ്രിന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ 200 മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം 200 മീറ്റർ സ്ക്വയർ ആണ് നമ്മളുടെ ബിൽഡിങ്ങിന്റെ പ്രിന്റ് ഏരിയ. ആസ് കമ്പയർഡ് വിത്ത് അഡ്ജോയിനിങ് ഏരിയസ് കോസ്റ്റ് ഓഫ് ലാൻഡ് ഇസ് 1,00,000%. അപ്പൊ ഒരു സെന്റിന് എത്രയാണ്? 1,00,000 രൂപയാണെന്നാണ് പറയുന്നത്. അപ്പൊ 600 മീറ്റർ സ്ക്വയറിന്റെ അടുത്ത് 607 മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ലാൻഡിലുള്ളത്. അപ്പൊ നമ്മൾ ഈ നിലവിലെ മാർക്കറ്റ് പ്രൈസ് ആണ് പറയുന്നത്. 1,00,000 രൂപയ്ക്കാണ് തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിൽ ഒരു പ്രോപ്പർട്ടി കച്ചവടം നടത്തിയത്. There is no comparable instance of letting values available in the locality, but the present print area rate to construct a new building has been determined from current sale price, which is 6,000 per meter square. ഇത് മനസ്സിലാക്കാം. നമുക്കിപ്പോ നിലവിലൊരു ബിൽഡിംഗ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 6,000 രൂപയാണ് ഒരു മീറ്റർ സ്ക്വയർ. നമ്മുടെ ബിൽഡിങ്ങിന്റെ ടോട്ടൽ ഏരിയ എത്ര? 200 മീറ്റർ സ്ക്വയർ ആണ് ബിൽഡിങ്ങിന്റെ ഏരിയ. അതായത് 200 മീറ്റർ സ്ക്വയർ ഉള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ പെർ മീറ്റർ സ്ക്വയറിന് 6,000 രൂപയാണ് എന്നാണ് കറന്റ് മാർക്കറ്റ് റേറ്റ്. അപ്പൊ നിലവിൽ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ വാല്യുവേഷൻ നോക്കുന്നത് മനസ്സിലായോ? ആ പ്രോപ്പർട്ടി മൊത്തത്തിൽ വിൽക്കുമ്പോൾ നിലവിലുള്ള ആ പ്രോപ്പർട്ടിയുടെ ലാൻഡ് ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ലാൻഡ് ഏരിയയുടെ കോസ്റ്റ്, അതിന്റെ കൂടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ ബിൽഡിങ്ങിന്റെ നിലവിലുള്ള ഒരു പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോസ്റ്റ്. പക്ഷെ അന്നേരം എന്താ പ്രശ്നം വരിക എന്ന് വെച്ചാൽ ബിൽഡിംഗ് നമ്മുടെ പഴയതാണ്. ആ 20 year പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. അത് 20 കൊല്ലത്തെ ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിൽ ആണ് നമ്മൾ 20 years കഴിഞ്ഞിട്ടുള്ള ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാക്കിയാൽ ഇത് മനസ്സിലാവും. തൊട്ടടുത്ത ഒരു ബിൽഡിംഗ് നമുക്ക് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നിലവിലെ റേറ്റ് 6,000 ആണ്. അതായത് വാങ്ങുന്ന ആൾക്ക് ബിൽഡിംഗ് 200 മീറ്റർ സ്ക്വയർ ഉള്ള ബിൽഡിംഗ് പണിയണമെന്നുണ്ടെങ്കിൽ 12 ലക്ഷം രൂപ മുടക്കണം. അതായത് 6,000 മൾട്ടിപ്ലൈഡ് ബൈ 200.
അതിന്റെ കൂടെ തന്നെ ആ സ്ഥലം വാങ്ങണമെങ്കിൽ 607 മീറ്റർ സ്ക്വയർ ആണുള്ളത്. ഒരു സെന്റിന് 1 ലക്ഷം രൂപ വെച്ചാണ്. അപ്പൊ ആ എമൗണ്ട് കൂടെ ചെലവാക്കണം. പക്ഷെ അദ്ദേഹം എന്താണ് പറയാ, ഇത് പുതിയ ബിൽഡിംഗ് അല്ല, 20 കൊല്ലം പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. അപ്പൊ ഞാൻ ഇതിനകത്ത് കുറച്ച് വിലയതിലുള്ളൂ. അപ്പൊ ആ ഡിപ്രിസിയേഷൻ നമ്മളാണ് ക്വസ്റ്റിൽ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള കാര്യം. പിന്നെ വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് 70 കൊല്ലാണ് നമ്മളുടെ ബിൽഡിങ്ങിന്റെ ആയുസ്. അതിന് 20 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ആനുവൽ സിങ്കിങ് ഫണ്ട് ഇൻട്രസ്റ്റ് 5% കിട്ടും. അതായത് നമ്മൾ സിങ്കിങ് ഫണ്ടിന് നമ്മൾ ഓരോ കൊല്ലം നമ്മൾ അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെന്റ് നമുക്ക് 5% ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റിന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പ്രസന്റ് ചെയ്തും കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല സർ, കാണാൻ കഴിയുന്നില്ല. കാണുന്നുണ്ടായിരുന്നു, ഇപ്പൊ അത് ഓഫ് ആയിപ്പോയി. ഓക്കെ, എന്റെ നെറ്റിന് എന്തോ എറർ വന്നിട്ടുണ്ട്. മിനിറ്റ്. ഇപ്പൊ കാണാൻ കഴിയുന്നില്ലേ? ഇപ്പൊ കാണാൻ കഴിയുന്നില്ലേ? കാണാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായോ എന്താന്ന് വെച്ചാല്, അതായത് 20 കൊല്ലം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ഒരാൾക്ക് വിൽക്കണം. അപ്പൊ വാങ്ങുന്നയാള് പറയുന്നത് എന്താണ്, ഇത് പുതിയ ബിൽഡിംഗ് അല്ല, സംഭവമൊക്കെ ശരിയാണ്, ഇത്രയും ഏരിയ ഉള്ള ഒരു ബിൽഡിംഗ് പണിയാണെങ്കിൽ ഇത്ര രൂപയാവും. പക്ഷെ ഇത് പുതിയ ബിൽഡിംഗ് അല്ല, 20 കൊല്ലം പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. അപ്പൊ അതിനനുസരിച്ചൊരു വാല്യൂ നിങ്ങൾ കുറച്ച് തരണം എന്നതാണ് നമ്മളുടെ വാങ്ങുന്നയാൾ പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പ്രകാരം മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മൾ ഈ 20 കൊല്ലം കഴിഞ്ഞ് വിൽക്കുന്ന ബിൽഡിങ്ങിനും ലാൻഡിനും കൂടി എത്ര വാങ്ങാം, എത്ര രൂപ നമുക്ക് പറയാം എന്നാണ് പറയുന്നത്. നമുക്കത് ചെയ്തു നോക്കാം. ചെയ്ത് നോക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള വാല്യൂ എന്താണെന്ന് വെച്ചാൽ 200 മീറ്റർ സ്ക്വയർ ആണ് നമ്മളുടെ പ്ലിന്ത് ഏരിയ. അതേപോലെ പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ 6000 മീറ്റർ സ്ക്വയർ വേണം. അപ്പൊ നമുക്ക് എത്രയെന്ന് നോക്കാം. അപ്പൊ നമ്മളുടെ ഒരു ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് നോക്കുക. ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, 200 മീറ്റർ സ്ക്വയർ ഉള്ള ഒരു ബിൽഡിംഗ് 6000 പെർ മീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ റേറ്റ്. അപ്പൊ എന്ത് വരും, 12 ലക്ഷം വരും പുതിയൊരു ബിൽഡിംഗ് അവിടെ ഉണ്ടാക്കണമെങ്കിൽ. ആ ഒരു ലൊക്കാലിറ്റിയിൽ ഒരു കറണ്ട് റേറ്റ് അനുസരിച്ച് 12 lakh rupees വരും അവിടുത്തെ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ്. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാല്, എന്താണ് ക്വസ്റ്റ്യനില് പിന്നെ വന്നിട്ടുള്ളത് ലാൻഡിന്റെ ഏരിയ ആണ്. ലാൻഡിന്റെ കൂടെ പറഞ്ഞിട്ടുള്ളത് ഇവര് 70 years ആണ് നമ്മളുടെ ഇതിന്റെ ലൈഫ്. അതിനകത്ത് 5% നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമുക്ക് എത്ര രൂപ, ഇത് സിങ്കിങ് ഫണ്ട് മെത്തേഡ് വെച്ച് നമ്മൾ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് എന്താണ് വരുന്നത് നോക്കിയേ, ഇൻഡിക്കേഷൻ എസ് ഇൻറ്റു ഐ ബൈ 1 + i റേസ് ടു n - 1. ഇതല്ല ഇക്വേഷൻ സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റിന്റെ. അപ്പൊ നമ്മളവിടെ എസ് എന്താ വരിക, സിങ്കിങ് ഫണ്ട് എന്താ വരിക, നമുക്ക് 70 കൊല്ലം കഴിഞ്ഞിട്ട് 12 lakh rupees ആണ് വേണ്ടത്. റേറ്റ് പറഞ്ഞത് 5% കിട്ടുന്നതാണ്. അപ്പൊ 0.05 1.05 റേസ് ടു 70 years ആണ് എന്റെ ലൈഫ് പറഞ്ഞിരിക്കുന്നത് ബിൽഡിങ്ങിന്റെ -1. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എന്താ കാൽക്കുലേറ്റ്, എന്താ വാല്യൂ കിട്ടുന്നതെന്ന് പറഞ്ഞ്. കാൽക്കുലേറ്റർ എന്താ വാല്യൂ കിട്ടുന്നതെന്ന് നോക്കിയാൽ, സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് കിട്ടിയിരിക്കുന്നത് 2039 രൂപയാണ്. 2039 rupees ആണ് നമ്മളുടെ ആനുവൽ സിങ്കിങ് ഫണ്ട്. ഒരു കൊല്ലം നമ്മൾ ഇത്ര ഇടണം എന്നാണ് പറയുന്നത്. 70 കൊല്ലത്തേക്ക് ഇത്ര ഇട്ടാൽ എന്താവും, അത് 12 lakh rupees ആയിട്ട് മാറും 70 years കഴിയുമ്പോൾ. ഇപ്പൊ 2039 ആണ് നമ്മളുടെ ആനുവൽ സിങ്കിങ് ഫണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാല് ഇതിന്റെ ഡിപ്രിസിയേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കണം. മനസ്സിലായോ?
ഈ ക്വസ്റ്റ്യനിൽ നമ്മളുടെ ഈ പ്രിന്റ് നോട്ട്സിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു മെത്തേഡാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ആ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സിങ്കിങ് ഫണ്ട് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുകയാണ്. അതായത് നമ്മളുടെ ഈ ക്വസ്റ്റ്യനിലെ ഈ പാർട്ട് മാത്രമാണ് അവർ കണ്ടുപിടിക്കുന്നത്, അല്ലെ? നമ്മൾ അതിനകത്ത് ഓൾറെഡി അത് ലാസ്റ്റ് കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് തന്നെയാണ് സെയിം ഇക്വേഷൻ ആണ്. 0.05 ഡിവൈഡ് ബൈ 1.05 റൈസ് 70 മൈനസ് 1. ഇവർ ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിന്റെ കൂടെ ആദ്യമേ സിങ്കിങ് ഫണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു മാത്രം. 12 നിങ്ങൾക്ക് ലാസ്റ്റ് കൺഫ്യൂഷൻ വരയ്ക്കാം. ബാക്കി എല്ലാം സെയിം ആണ്. നമുക്ക് 2013 ആണ് സിങ്കിങ് ഫണ്ട് കിട്ടിയിരിക്കുന്നത്. ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിപ്രിസിയേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ഈ സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ എന്താണ് നമ്മുടെ അസംഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ 2039 ആണ് നമ്മുടെ ഇൻസ്റ്റാൾമെന്റ്. അപ്പൊ ഓരോ കൊല്ലവും ഈ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് മാത്രം കേട്ടോ, ഇന്നത്തെ ഇൻട്രസ്റ്റ് കൂട്ടാനുള്ള ഇൻസ്റ്റാൾമെന്റ് ആണ്. അപ്പൊ ഈ ഓരോ കൊല്ലം അനുസരിച്ച് എന്ത് സംഭവിക്കും? ഇത്രയും തന്നെ തുക കുറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായോ? സിങ്കിങ് ഫണ്ടിന് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ നമ്മളുടെ ബിൽഡിംഗിൽ നിന്ന് കുറയും. ഇതാണ് നമ്മളുടെ അസംഷൻ, സിങ്കിങ് ഫണ്ട് മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷനിലെ അസംഷൻ. അപ്പൊ നമുക്ക് 20 കൊല്ലം കഴിഞ്ഞ് എത്രയായിരിക്കും കുറയാൻ നോക്കാം. അതായത് 1 രൂപ, നമ്മൾ ഇന്നലെ പറഞ്ഞ സെയിം ഇക്വേഷൻ തന്നെയാണ്. അതായത് നമ്മൾ ₹1 നമ്മൾ സേവ് ചെയ്യാണ്. ഇഫ് സേവ്ഡ് ഫോർ 20 years എത്ര രൂപയാവും? എത്ര രൂപയെന്ന് ചോദിച്ചാൽ 1 plus i raised 20 minus 1/i. ഇത്ര എമൗണ്ടായി മാറും. നമ്മൾ ഇന്നലെ പറഞ്ഞ എന്താണ്? 1 രൂപ നമ്മൾ ഇന്നലെ എടുത്ത് എത്ര കൊല്ലാണ്? 8 കൊല്ലത്തേക്കല്ലേ? 8 കൊല്ലം എന്നാണെന്ന് എൻ്റെ ഓർമ്മ അല്ല, 8 10 എത്രയായി? അപ്പൊ നമ്മൾ ഇത് എന്താ ചെയ്താൽ 10 കൊല്ലത്തേക്ക്, 20 കൊല്ലത്തേക്ക് എടുക്കുമ്പോൾ എത്രയും നോക്കാം. 1 രൂപ നമ്മൾ സേവ് ചെയ്യുമ്പോൾ എത്ര പെർസെന്റേജ് ഇൻട്രസ്റ്റ്? 5% ഇൻട്രസ്റ്റ്. കാര്യം എന്താണ്? നമ്മൾ സിങ്കിങ് ഫണ്ട് കുറയുന്ന അതേ രീതി തന്നെയാണ്. നമ്മളിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതിനെ വെച്ചാണ് കേട്ടോ. അപ്പം 1 plus 0.05 raised 20 minus 1/0.05 എന്താണ് വാല്യൂ കിട്ടുന്നതെന്ന് പറഞ്ഞുതരുമോ? കാണാൻ കഴിയുന്നുണ്ടോ ഞാൻ എഴുതുന്നത് എത്രയാന്ന്? ഞാൻ കുറച്ച് വലുതാക്കി എഴുതണം. മനസ്സിലാക്കിയോ? ഇത് i equal to 0.05 ആണ് കേട്ടോ. അപ്പം എന്താ എഴുതിക്കോ? 1.05 raised 20 minus 1 divided by 0.05 എത്ര രൂപയായി മാറും? 1 രൂപ നമ്മൾ 20 കൊല്ലം, ഓരോ കൊല്ലം നമ്മൾ 1 രൂപ വെച്ചിട്ടുകൊണ്ടിരുന്നു. നമുക്ക് ബാങ്കായി നമുക്ക് 5% ഇൻട്രസ്റ്റ് തന്നുകൊണ്ടിരുന്നു. അതാണ് റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ പോസ്റ്റ് ഓഫീസിലൊക്കെ അക്കൗണ്ട് തുടങ്ങാറുണ്ടോ? അതായത് നമ്മൾ ഓരോ മാസവും 100 രൂപ വെച്ച് അടച്ചോണ്ടിരിക്കും. എന്നിട്ട് അങ്ങനെ കുറെ അടച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒരു 3% 4% ഇൻട്രസ്റ്റ് തരും. അങ്ങനെ തരും. അപ്പൊ സാധാരണ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ എന്താ സംഭവിച്ചാൽ നമ്മൾ ഒരു കൊല്ലം എത്രയാണ് ബാലൻസ് ഉള്ളത് അതിനനുസരിച്ച് പലിശ. അപ്പൊ നമ്മൾ ഇപ്പോൾ 1 ലക്ഷം രൂപ സേവിങ്സ് ഇട്ടാൽ നെക്സ്റ്റ് ഇയർ 1,03,000 ആവും. ഇപ്പൊ 3% ഇൻട്രസ്റ്റ് എങ്കിൽ അങ്ങനെയൊക്കെയാണ് സേവിങ്സ് വരിക. പക്ഷെ ഇങ്ങനത്തെ മെത്തേഡ് നോക്കിയാൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ആഡ് ചെയ്തതിനനുസരിച്ച് നമുക്ക് ഓരോ മാസവും ഇന്ന ഡേറ്റിൽ വരെ ഇങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റ് തന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മളുടെ ഇക്വേഷൻ. ഓരോ കൊല്ലം നമ്മൾ 1 രൂപ വെച്ചിടുമ്പോൾ 20 കൊല്ലത്തേക്ക് അത് എത്ര രൂപയായി മാറും എന്നുള്ളതെന്ന് ചോദിച്ചാൽ 33 രൂപ 6 പൈസയായി മാറും. നിങ്ങൾ 1 രൂപ വെച്ച് നിങ്ങൾ സേവ് ചെയ്താൽ, ബാങ്കിലിട്ടാൽ. അപ്പൊ നമ്മൾ പക്ഷെ ഇവിടെ 1 രൂപയല്ല ഇടാൻ പോകുന്നത്. നമ്മുടെ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ 2039 രൂപയാണ്. അതായത് നമ്മൾ 2039 രൂപ. ഇഫ് വി സേവ് 2039 rupees per year for 20 years, 20 കൊല്ലത്തേക്ക് 2039 രൂപ നമ്മൾ സേവ് ചെയ്തു. at an interest rate of 5%. എത്രയാവും അറിയാവോ? നമ്മളുടെ ഈ 1 രൂപ 33 രൂപ ആയാൽ 2039 രൂപ വെച്ച് നമ്മൾ ഇട്ടാൽ എത്ര രൂപയാവും? 2039 multiplied by 33.06, അതായത് ഇൻറ്റു എത്ര രൂപ മാറി നോക്കിയേ? 67,421 രൂപയായിട്ട് മാറും അല്ലെ? ആർക്കും ഡൗട്ട് ഉണ്ടോ എങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ള കാര്യത്തിൽ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ?
ഇക്വേഷൻ ഒക്കെ മനസ്സിലായവരുണ്ടോ? മനസ്സിലാവാത്തവരുണ്ടോ ആരെങ്കിലും? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. സായന്ത് മനസ്സിലായോ? സായന്ത് മനസ്സിലായല്ലേ? അതായത് നമ്മളുടെ ഇവിടെ ചെയ്തിരിക്കുന്നത് സിങ്കിങ് ഫണ്ട് മെത്തേഡ് വെച്ചുള്ള ഡിപ്രിസിയേഷൻ ആണ്. നമ്മളുടെ അസംഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലുണ്ടാകേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എത്ര രൂപ നമ്മൾ സിങ്കിങ് ഫണ്ട് ഓരോ കൊല്ലം നമുക്ക് ബാങ്കിൽ നമുക്ക് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നതനുസരിച്ചുള്ള ഇൻട്രസ്റ്റും അതെല്ലാം കിട്ടുന്നത്. അതിനനുസരിച്ച് നമ്മളുടെ പ്രോപ്പർട്ടിന്റെ വാല്യൂ കുറയും, അല്ലെങ്കിൽ വൈസ് വേഴ്സ. അതായത് നമ്മൾ എത്ര പ്രോപ്പർട്ടിന്റെ വാല്യൂ കുറയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, അത്രയും പൈസ വെച്ച് നമ്മളിങ്ങനെ സേവ് ചെയ്തുകൊണ്ടിരിക്കും ബാങ്കിൽ. എന്തിന്? അതിന്റെ യൂസ്ഫുൾ ലൈഫ് ടൈം റിപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് ഇങ്ങനത്തെ ഡിപ്രിസിയേഷൻ മെത്തേഡ് കണ്ടുപിടിക്കാൻ വേണ്ടി സിങ്കിങ് ഫണ്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് നമുക്ക് 70 കൊല്ലത്തേക്ക് 12 ലക്ഷം രൂപ നമുക്ക് കിട്ടണമെങ്കിൽ ഓരോ കൊല്ലം നമ്മൾ 2039 രൂപ നമ്മൾ സേവ് ചെയ്യണം. 5% ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അതങ്ങനെ സേവ് ചെയ്ത് പോകുമ്പോൾ 70 ഇയേഴ്സ് കഴിയുമ്പോൾ അത് എത്രയാവും? 12 lakh rupees ആവും. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇതേ എമൗണ്ട് 20 കൊല്ലത്തേക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്താണ് 2039 മൾട്ടിപ്ലൈഡ് ബൈ ഈ വാല്യൂ. ഇത് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. ഞാൻ 1 റുപ്പിക്ക് വരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. അത് ഇതിങ്ങനെയാണ് ശരിക്കും ഇക്വേഷൻ വരിക. അതായത് 2039 ഇൻറ്റു 5% ഇൻട്രസ്റ്റ് അല്ലേ, 1.05 20 കൊല്ലത്തേക്ക് 0.05. ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരിക. അതാണ് നമ്മൾ 2 സ്റ്റെപ്പിൽ എഴുതിയേക്കുന്നത്. ആദ്യം നമ്മൾ 1 രൂപ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ഒക്കെ എഴുതിയാണ്. അപ്പൊ നമുക്ക് 67,421 കിട്ടും ആൻസർ. ഈ ഒറ്റ സ്റ്റെപ്പാണ് നമ്മൾ 2 സ്റ്റെപ്പായിട്ട് ചെയ്തത്. ആ 1 രൂപ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ആ 1 രൂപ നമ്മൾ 2039 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇവിടെ പ്രിൻസിപ്പിൾ ഇട്ടിട്ട് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ എന്നുള്ളത്? അപ്പൊ നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയാണ് നമ്മളുടെ സേവിങ്സ് ഉള്ളത്. 20 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ സിങ്കിങ് ഫണ്ട് എന്ന പേരിലുള്ള സേവിങ്സ് 67,421 രൂപയാണ്. അത്രയും രൂപ സേവിങ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ എത്രയൊക്കെ ഡിപ്രിസിയേഷൻ നമ്മളുടെ അസംഷൻ വെച്ച്, therefore depreciation of the building, the value of the building ആണ്, on the value of the building, after 20 years എത്രയാവും? സെയിം തന്നെയല്ലേ വരിക. എത്രയും നമ്മളുടെ ബാങ്കിൽ കിടക്കുന്നുണ്ടോ അത്രയും തന്നെ അതിന്റെ ഡിപ്രിസിയേഷൻ ആവുന്നുള്ളതാണ് അസംഷൻ. 67,421 രൂപ. എത്ര ഡിപ്രിസിയേഷൻ വരുന്നു അത്രയും നമ്മൾ ബാങ്കിൽ സേവ് ചെയ്യുന്നു. മനസ്സിലായോ? സെയിം വാല്യൂ തന്നെ വരും. ബാങ്കിൽ കിടക്കുന്ന സിങ്കിങ് ഫണ്ടിന് തുല്യമായിട്ട് തന്നെ ഡിപ്രിസിയേഷൻ സംഭവിക്കും എന്ന അസംഷൻ. ഇതാണ് നമ്മുടെ ഡിപ്രിസിയേഷൻ. ഇപ്പൊ 20 കൊല്ലം കഴിഞ്ഞ് ശരിക്കും 20 കൊല്ലം പഴക്കമുള്ള ഒരു ബിൽഡിങ്ങിന്റെ ശരിക്കും വാല്യൂ എന്തായിരിക്കും നോക്കിയേ? എത്രയായിരിക്കും? വായിക്കേ, ചെറിയ വ്യത്യാസം ഉണ്ടാട്ടോ. 420 കുഴപ്പമില്ല. അതുവരെ IC എന്ന് പറഞ്ഞ എടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന വഴി ചെയ്താൽ മതി. ഇത് നമുക്ക് എന്ത് കിട്ടി? ഡിപ്രിസിയേഷൻ ആഫ്റ്റർ 20 years 67,440 ആണ് കിട്ടിയത്. അപ്പൊ 20 കൊല്ലം കഴിഞ്ഞ് ആ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് എത്രയായിരിക്കും? ഈ നമ്മളുടെ ഇനീഷ്യൽ കോസ്റ്റ് 12 ലക്ഷം മൈനസ് ഡിപ്രിസിയേഷൻ അതായിരിക്കോ. അപ്പം റേറ്റ് ഓഫ് ദ ബിൽഡിംഗ്, വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് വലുതൊക്കെ ഇത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടോ. വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് ആഫ്റ്റർ 20 years. അപ്പൊ നമ്മൾ ഡിപ്രിസിയേഷൻ നമ്മുടെ ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 12 ലക്ഷം ആയിരുന്നു, മൈനസ് 67,421 രൂപ. എത്ര വരും? 12 ലക്ഷം മൈനസ് 67,421, 11,32,579 രൂപയാണ് നമ്മളുടെ ബിൽഡിങ്ങിന്റെ വാല്യൂ, നമ്മളിപ്പോ വിൽക്കാൻ പോകുന്ന ബിൽഡിങ്ങിന്റെ വാല്യൂ. മനസ്സിലായോ? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായോ? ആർക്കും മനസ്സിലാകാത്തതുണ്ടോ? നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. നമ്മൾ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് നമ്മൾ തൊട്ടടുത്തൊരു ബിൽഡിങ്ങിന്റെ റേറ്റ് വെച്ച് നോക്കി. അപ്പൊ നമ്മൾ ഇതിനകത്തൊരു മാരക അസംഷൻ എടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാം? കൺസ്ട്രക്ഷൻ കോസ്റ്റ് മാറുന്നില്ല എത്ര കൊല്ലം കഴിഞ്ഞാലും. അതാണ് നമ്മുടെ ബേസിക് അസംഷൻ ഈ എല്ലാ ക്വസ്റ്റ്യനുകളുടെയും. അത് 70 കൊല്ലം കഴിഞ്ഞപ്പോൾ നമുക്ക് 12 ലക്ഷം കിട്ടും എന്നുള്ള അസംഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് ഇടുന്നത്. ശരിക്കും അങ്ങനെയല്ല. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം കൺസിഡർ ചെയ്യണം.
നമ്മൾ ആ വിലക്കയറ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 20 കൊല്ലം മുന്നേ ഉള്ള കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഇപ്പോഴുള്ള കൺസ്ട്രക്ഷൻ കോസ്റ്റും സെയിം ആണെന്ന് അസ്യൂം ചെയ്തു. എന്നിട്ടാണ് നമ്മൾ 12 ലക്ഷമാണ് നമ്മളുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് മനസ്സിലാക്കിയത്. എന്നിട്ടാണ് നമ്മൾ 12 ലക്ഷമാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് നമുക്ക് അസ്യൂം ചെയ്തത്. എന്നിട്ട് നമ്മൾ സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് കണ്ടുപിടിച്ചു. 70 കൊല്ലം കഴിഞ്ഞു ഈ 12 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ബിൽഡിംഗ് പണിയാമെന്നുള്ള അസംഷനിൽ നമ്മൾ സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് നമ്മൾ 20 കൊല്ലത്തേക്ക് നമ്മൾ സേവ് ചെയ്തിട്ടാൽ 5% ഇൻട്രസ്റ്റിന് എത്ര കിട്ടും എന്നുള്ളത് കണ്ടുപിടിച്ചു. അത് നമുക്ക് ആൻസർ 67,421 കിട്ടി. അപ്പൊ അതായിരിക്കും നമ്മുടെ ഡിപ്രിസിയേഷൻ. നമ്മുടെ ഈ മെത്തേഡിൽ വെച്ച് ഉള്ള അസംഷൻ വെച്ചുള്ള ഡിപ്രിസിയേഷൻ ഇതായിരിക്കും. എത്ര ബാങ്കിൽ നമ്മൾ കിടക്കുന്നുണ്ടോ അത്രയും നമ്മുടെ പ്രോപ്പർട്ടിന്റെ വാല്യൂ കുറയും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, 20 കൊല്ലം കഴിഞ്ഞുള്ള ഡിപ്രിസിയേഷൻ 67,421 ആണ്. അപ്പോൾ ബിൽഡിങ്ങിന്റെ വാല്യൂ 12 ലക്ഷത്തിൽ നിന്ന് 67,421 കുറച്ച്. ഇതാണ് നമ്മുടെ ബിൽഡിങ്ങിന്റെ വാല്യൂ കിട്ടിയത്. അപ്പൊ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, ബിൽഡിങ്ങിന്റെ വാല്യൂ എത്രയാണ്. അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും ബിൽഡിംഗ് അല്ല ചോദിക്കുന്നത്, വാട്ട് വുഡ് ബി ദ സെയിൽ പ്രൈസ് ഓഫ് ദി പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വരും, ബിൽഡിങ്ങും വരും, നമ്മളുടെ ലാൻഡും വരും. മനസ്സിലായോ? ബിൽഡിങ്ങിന്റെ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ലാൻഡിന്റെ കണ്ടുപിടിക്കുന്നത് എന്താ ചെയ്യുക, 607 മീറ്റർ സ്ക്വയറിനെ 1 lakh പെർ സെന്റ് ആയിട്ട് കുറയ്ക്കുക. അതായത് ഒരു സെന്റ് എത്ര മീറ്റർ സ്ക്വയർ എന്ന് പറയാം, ഒരു സെന്റ് 40 മീറ്റർ സ്ക്വയർ ആണ് വരിക. 40.471 ആണ്. 40.4 ഇതങ്ങനെ എടുത്തോ, 40.47 40 മീറ്റർ സ്ക്വയറിന് അടുത്താണ് ഒരു സെന്റ് വരിക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ എത്ര സെന്റ് എന്ന് കണ്ടുപിടിക്കാം. നമുക്കുള്ളത് 607 മീറ്റർ സ്ക്വയർ ആവും അല്ലെ, ബിൽഡിങ് 607 മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ എത്ര സെന്റ് എഴുതിക്കോ, ഏരിയ ഓഫ് ലാൻഡ് 607 മീറ്റർ സ്ക്വയർ ബൈ 40.47 എത്ര സെന്റ് തന്നേക്കോ, 607 ബൈ 40.47 ഏകദേശം 15 സെന്റ് വരും. 15 സെന്റ് ഉണ്ടാവും നമ്മളുടെ ഈ സ്ഥലം. ഒരു സെന്റിന്റെ റേറ്റ് 1 lakh rupees ആണ്. വാല്യൂ ഓഫ് ലാൻഡ് എന്ത് വരും, 15 സെന്റ് മൾട്ടിപ്ലൈഡ് ബൈ 1 lakh എന്ത് കിട്ടി, 15 ലക്ഷം കിട്ടി, 15 lakh കിട്ടി. അതിന്റെ കൂടെ ടോട്ടൽ പ്രോപ്പർട്ടി വാല്യൂ ഓഫ് പ്രോപ്പർട്ടി എന്ത് ചെയ്യാം, ബിൽഡിങ്ങിന്റെ ഡിപ്രിസിയേറ്റഡ് വാല്യൂ കൂടി എഴുതുക. വാല്യൂ ഓഫ് പ്രോപ്പർട്ടി 15 lakh പ്ലസ് 11.32 lakh. ഇതാണ് നമ്മളുടെ ടോട്ടൽ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി. അതായത് ഏകദേശം 26.32 lakh കിട്ടും. അപ്പൊ മനസ്സിലായി എങ്ങനെയാന്ന്? ഈ ക്വസ്റ്റ്യൻ മനസ്സിലാകാത്ത ആൾ ആരെങ്കിലും ഉണ്ടോ? 6.32 lakh ക്വസ്റ്റ്യൻ മനസ്സിലാകാത്തായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും, ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. മനസ്സിലായി സർ. മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നലെ ചെയ്ത സെയിം കാര്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ നമ്മൾ ഈ പ്രിന്റർ നോട്ട്സിനകത്ത് പലപ്പോഴും ഈ IC എന്നുള്ള ഫാക്ടർ ചെയ്യുന്നുണ്ട്. പക്ഷെ IC നമുക്ക് ഇനി വരുന്ന ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ IC കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഒഴിവാക്കിയത്. അപ്പൊ IC എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ സിങ്കിങ് ഫണ്ട് കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ അതായത് സിങ്കിങ് ഫണ്ടിനകത്ത് നമ്മൾ സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് എന്ന ഫോർമുലയിൽ എന്ത് ചെയ്യുന്നില്ല, അതായത് ഇതാണ് നമ്മുടെ സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് ഫോർമുല. അതിനകത്ത് നമ്മൾ S ഒഴിവാക്കിയിട്ടുള്ള ഭാഗം കാര്യമാണിത്. അതായത് ഈ ഭാഗം ആണ് നമ്മളുടെ IC എന്ന് പറഞ്ഞത്. അത് IC ഈക്വൽ ടു I/1 പ്ലസ് I റേസ് ടു n മൈനസ് 1. ഇതാണ് നമ്മളുടെ എന്ത് IC, സിങ്കിങ് ഫണ്ട് കോഎഫിഷ്യന്റ് എന്ന് പറയും. അതിനെ നമ്മൾ സിങ്കിങ് ഫണ്ട് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് കിട്ടുക. അപ്പൊ അവര് കോഎഫിഷ്യന്റ് കണ്ടുപിടിച്ചാണ് നമ്മുടെ പ്രിന്റഡ് നോട്ട്സ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല, നമ്മുടെ സാധാ മെത്തേഡ് മതി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ല, സാധാ രീതിയിലല്ല അപ്രോച്ച് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതായത് വർക്ക് ഔട്ട് ദ വാല്യൂ ഓഫ് ദ ഹോട്ടൽ ബിൽഡിംഗ് വിത്ത് ദ ഫോളോയിങ് ഡാറ്റ. കോസ്റ്റ് ഓഫ് ദ ലാൻഡ് എത്രയാണ്, 20 lakh ആണ്. ഗ്രോസ് ഇൻകം പെർ ഇയർ 11.4 lakh. ഇതാണ് ഗ്രോസ് ഇൻകം, മനസ്സിലായി, പെർ ഇയർ.
അത് കോസ്റ്റ് ഓഫ് ദ ലാൻഡ് 20 ലക്ഷം. 20 ലക്ഷം രൂപയ്ക്കാണ് അവർ സ്ഥലം വാങ്ങിക്കുന്നത്. അവർക്ക് കിട്ടുന്ന ഗ്രോസ് ഇൻകം എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ നിന്നുള്ള ഇൻകം എന്തായിരിക്കും? ഹോട്ടലിൽ റെസ്റ്റോറന്റ് ഉണ്ടാവും, അവിടെ റൂംസ് ഉണ്ടാവും. അപ്പൊ അത് അവര് റെന്റ് ഔട്ട് ചെയ്തിട്ടുള്ള കിട്ടുന്ന എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് ഗ്രോസ് ഇൻകം പെർ ഇയർ. ഒരു കൊല്ലർക്ക് 11,40,000 രൂപ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനകത്ത് എന്താ വിഷയം എന്ന് വെച്ചാൽ ഗ്രോസ് ഇൻകം ആണ് പറയുന്നത്. അപ്പൊ നെറ്റ് ഇൻകം കണ്ടുപിടിക്കണം. അപ്പൊ അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. ടു റൺ ദി ഹോട്ടൽ ഇൻക്ലൂഡിംഗ് salary of the staff, electric charges, municipal taxes including license fees, stationery, etc. 30% of the gross income is used എന്നാണ് പറയുന്നത്. 30% of the gross income is used. അതായത് നമുക്ക് ഗ്രോസ് ഇൻകത്തിന്റെ 30% ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും. അതൊരു എക്സ്പെൻസ് ആണ് ഇവർക്കുള്ളത്. അതായത് ഇവരുടെ ഔട്ട് ഗോയിങ് ആണ്. രണ്ടാമത്തെ ഔട്ട് ഗോയിങ് എന്താണ്? ഫോർ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മെഷീൻസ് എല്ലാത്തിനും വേണ്ടി ഏകദേശം 5% ഓഫ് ദർ ക്യാപിറ്റൽ കോസ്റ്റ്. ഇത് ഓവറല്ല, ഓഫ് ഉണ്ടോ? അതായത് 5% ഓഫ് ദ ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് 25,000%. അപ്പൊ ഇതിനകത്ത് അവർ ക്യാപിറ്റൽ കോസ്റ്റും കൂടി പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ കോസ്റ്റ് തുടക്കത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല, ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കുക, ഇത് ഓർന്നല്ല ഓഫ് എന്നാണ്. അവരുടെ ഒരു പ്രിന്റ് നോട്ട്സ് പ്രിന്റ് ചെയ്തപ്പോ ഒരു ടൈപ്പിംഗ് എററാണ്. അതായത് 25 ലക്ഷം രൂപയാണ് അവരുടെ ക്യാപിറ്റൽ കോസ്റ്റ്. ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള, ആ ഹോട്ടൽ കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോസ്റ്റ്. അപ്പൊ 20 lakh ആണ് നമ്മളുടെ ബിൽഡിംഗ് ലാൻഡിന്റെ കോസ്റ്റും 25 lakh ആണ് നമ്മളുടെ ബിൽഡിങ്ങിന്റെ കോസ്റ്റ്. മനസ്സിലായല്ലോ? അപ്പൊ രണ്ടാമത്തെ ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ 5% ആണ് വരിക, റിപ്പയർ മെയിൻ്റനൻസ് കാര്യങ്ങൾക്കൊക്കെ. പിന്നെ വേറെ ഒരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ സിങ്കിങ് ഫണ്ടാണ്. സിങ്കിങ് ഫണ്ട് ഫോർ ദി ഐറ്റം ഇൻ ബി. ഐറ്റം ഇൻ ബി എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് ക്യാപിറ്റൽ കോസ്റ്റ് ആണ് പറയുന്നത്. ഇത് ഓഫ് എന്ന് വായിക്കാട്ടോ. 5% ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് 25 lakh. സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ 25 കൊല്ലത്തേക്കാണ് അവർ മാറ്റി വെക്കുന്നത്. എക്സ്പെക്ടഡ് ലൈഫ് 25 കൊല്ലമേ ഉള്ളൂ. ഹോട്ടൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ബിൽഡിംഗ് ആയതുകൊണ്ട് അവർ അത്ര മികച്ച രീതിയിൽ പണിഞ്ഞ ബിൽഡിംഗ് അല്ല. 25 years ഉള്ള ബിൽഡിങ്ങിന്റെ ആയുസ്. അതിൽ അവർ 4% ആണ് അവർ സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് അവർ ബാങ്കിലിടുമ്പോൾ കിട്ടുന്ന പലിശ. അതായത് റിക്കറിംഗ് ഡിപ്പോസിറ്റിന് കിട്ടുന്ന പലിശ. 10% അവർക്ക് സ്ക്രാപ്പ് വാല്യൂ കിട്ടും. അതായത് 25 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? 25,000 രൂപർക്ക് 2.5 ലക്ഷം രൂപർക്ക് എന്ത് കിട്ടും? സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് കിട്ടും. ആ ബിൽഡിംഗ് പൊളിച്ചു വെച്ച് കഴിഞ്ഞാൽ 2.5 ലക്ഷം രൂപ കിട്ടും. പിന്നെ ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട്, നാലാമത്തെ ഔട്ട് ഗോയിങ് 50,000 പെർ ഇയർ. അപ്പൊ ഇനി വിളിച്ച് പറയുന്നത് വെച്ചാൽ അസ്യൂംസ് ഇയേഴ്സ് പർച്ചേസ് ഫോർ 70 years at 8% and redemption of capital at 4%. Annual repair of the building at 2% on the gross income. അപ്പം ഇവിടെ പല ഔട്ട് ഗോയിങ്സും പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് കിട്ടുന്ന ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 11,40,000 ആണ് ഇവരുടെ ഗ്രോസ് ഇൻകം. അതിനകത്ത് നിന്നുള്ള ഔട്ട് ഗോയിങ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് പല മുനിസിപ്പൽ ടാക്സും കാര്യങ്ങളൊക്കെ വരും. അത് 30% വരും നമ്മളുടെ ഗ്രോസിന് കിട്ടുന്നത്. പിന്നെ ഇവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് 25 ലക്ഷമാണ് അവർ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് അവർ മുടക്കിയത്. അതിന്റെ എന്ത് കിട്ടും? 5%. റിപ്പയർ ഓഫ് മെഷീനറീസ്, പ്ലാന്റ്സ്, എക്യുപ്മെന്റ്സ്, ഫർണിച്ചർ. അതായത് ബിൽഡിങ്ങിന്റെ റിപ്പയർ മെയിൻ്റെനൻസ് അല്ല, മെഷീനറി, പ്ലാന്റ്, എക്യുപ്മെന്റ്സ്. അതായത് ഇപ്പൊ ഒരു ഹോട്ടൽ എന്തൊക്കെ ഉണ്ടാവാം? പല മെഷീനറി. എന്ത് മെഷീനറി ആയിരിക്കും ഹോട്ടലിൽ ഉണ്ടാകാൻ പോകുന്നത്? ലിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ റെസ്റ്റോറൻറ്റിൽ യൂസ് ചെയ്യുന്ന കാര്യമായിരിക്കും. പിന്നെ ഫർണിച്ചർ ഉണ്ടാവുമായിരിക്കും. അപ്പം പിന്നെ എയർ കണ്ടീഷനിങ് യൂണിറ്റ് ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെയൊക്കെ റിപ്പയറിന് വേണ്ടിയിട്ടാണ് അവർ 5% ഓഫ് ക്യാപിറ്റൽ കോസ്റ്റ് മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാല് അവര് ലാസ്റ്റ് പല ഔട്ട് ഗോയിങ്സിനെ കുറിച്ച് പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞിട്ട് 70 years ആണ് ഇവരുടെ ഇയേഴ്സ് പർച്ചേസ്. അത് ഇയേഴ്സ് പർച്ചേസ് 70 years നമ്മളുടെ എക്സ്പെക്ടഡ് ലൈഫ് 25 years എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം എന്താ വെച്ചാല് നമ്മളിപ്പോ ഈ 25 ലക്ഷം രൂപ വിചാരിക്കാം. ഈ 25 ലക്ഷം രൂപ അവര് മുടക്കി. ആ 25 ലക്ഷം രൂപ മുടക്കി അവർക്ക് 70 കൊല്ലം വേണമെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് എടുക്കായിരുന്നു. പക്ഷെ അവർ ചെയ്തത് 25 years മാത്രം ലൈഫുള്ള ഒരു ഹോട്ടൽ പണിയാണ് ചെയ്തത്. മനസ്സിലായി? പക്ഷെ അവർക്ക് ആക്ച്വലി ശരിക്കും 70 years ഉള്ള കാര്യം എന്തെങ്കിലും ചെയ്യായിരുന്നു. 70 കൊല്ലത്തേക്ക് വേണമെങ്കിൽ അവർക്ക് കിട്ടും. പിന്നെ റിഡംഷൻ ഓഫ് ക്യാപിറ്റൽ 4%. അതായത് ക്യാപിറ്റലിന് കൊടുക്കുന്ന 4% ഇൻട്രസ്റ്റ് അവർക്ക് കിട്ടും. ഇതാണ് പറയുന്നത്. അപ്പൊ ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് റിഡംഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന എമൗണ്ട് കൊണ്ട് ഒരു കാര്യം കൂടി വരുന്നുണ്ട്. അപ്പൊ എന്താ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇവർ പറഞ്ഞ ആനുവൽ റിപ്പയർ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് 2% ഓഫ് ഗ്രോസ് ഇൻകം. ഇവിടെ പറഞ്ഞിട്ടുള്ളത്
5% ഓഫ് ക്യാപിറ്റൽ കോസ്റ്റിന്റെ മെഷീനറിക്കുള്ള റിപ്പയർ കോസ്റ്റും ലാസ്റ്റ് ബിൽഡിംഗ് റിപ്പയർ കോസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റൻ എങ്ങനെയാണ് പോകുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം പറയുന്നത് എന്താണ്? ഗ്രോസ് ഇൻകം അവർക്ക് കിട്ടുന്നത് 7,40,000 rupees ആണ്. അപ്പൊ അതിനകത്ത് നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് ഇതിന്റെ ക്യാപിറ്റൽ കോസ്റ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നെറ്റ് ഇൻകം മൾട്ടിപ്ലൈഡ് ബൈ ഇയേഴ്സ് പർച്ചേസ് ചെയ്താലേ നമുക്ക് ക്യാപിറ്റൽ വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വർക്ക്ഔട്ട് ദ വാല്യൂ ഓഫ് ദ ഹോട്ടൽ ബിൽഡിംഗ് എന്നാണ്. അതായത് ക്യാപിറ്റൽ വാല്യൂ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളിപ്പോ ആ ഹോട്ടലിൽ നിന്ന് വിൽക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കാമെന്നാണ് ക്യാപിറ്റൽ വാല്യൂ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ബിൽഡിംഗ് മാത്രം, ഹോട്ടൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ, ശ്രദ്ധിക്കാം. പ്രോപ്പർട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് ഔട്ട് ഗോയിങ്സ് ഒക്കെ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുണ്ട്? ഇവരുടെ ഗ്രോസ് ഇൻകം റുപ്പീസ് 11,40,000 ആണ് ഇവരുടെ ഗ്രോസ് ഇൻകം. ഔട്ട് ഗോയിങ്, ഫസ്റ്റ് ഔട്ട് ഗോയിങ് എന്താ? 30% ഹോട്ടൽ റൺ ചെയ്യാനുള്ള എല്ലാ ടാക്സും പിന്നെ എന്താണ് സാലറി ഓഫ് ദി സ്റ്റാഫ്, ടാക്സ്, എല്ലാ ടാക്സ് 30% ഹോട്ടൽ റൺ ചെയ്യാനുള്ള എമൗണ്ട് പോകും. അതായത് ഗ്രോസ് ഇൻകത്തിന് 30%. 11,40,000 റുപ്പീസിന് 30%, അതായത് 3,42,000 ആണ് ഫസ്റ്റ് ഔട്ട് ഗോയിങ്. സെക്കൻഡ് ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് അവരുടെ ക്യാപിറ്റൽ കോസ്റ്റ്, അതായത് ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ചെലവാക്കി 25 ലക്ഷത്തിന്റെ 5% എന്തായിട്ട് പോകും? മെഷീനറിന്റെ റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് വേണ്ടിയിട്ട് 5% പോകും. എത്രയായി? 1,25,000 ആയി രണ്ടാമത്തെ ഔട്ട് ഗോയിങ്. അപ്പൊ ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള രണ്ട് ഔട്ട് ഗോയിങ്ങുകളും. ഇനി മൂന്നാമത്തെ ഔട്ട് ഗോയിങ് എന്താണ് നോക്കിയേ? മൂന്നാമത്തെ ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ സിങ്കിങ് ഫണ്ടാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് സിങ്കിങ് ഫണ്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് സിങ്കിങ് ഫണ്ട് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം എത്ര വരികയെന്നുള്ളത്. ഇപ്പൊ സിങ്കിങ് ഫണ്ട് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 25 കൊല്ലം അവരുടെ സിങ്കിങ് ഫണ്ടിന് വേണ്ടി മാറ്റി വെക്കുന്നത്. 25ാമത്തെ കൊല്ലം അവർക്ക് പൊളിച്ച് മാറ്റണം. അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ബാങ്കിൽ നിന്ന് കിട്ടുന്ന ആ റിക്കറിംഗ് ഡിപ്പോസിറ്റിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് 4% ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ അതിനകത്ത് 10% അവർക്ക് ലാസ്റ്റ് സ്ക്രാപ്പ് വാല്യൂ കൂടി കിട്ടും. അപ്പൊ നമ്മുടെ മൊത്തം സിങ്കിങ് ഫണ്ട് എത്രയായിരിക്കും? 25 ലക്ഷത്തിൽ നിന്ന് അതിന്റെ 10% സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് കിട്ടിയാൽ അതിനകത്ത് 2.5 ലക്ഷം കുറയ്ക്കുക. അതായത് മൊത്തം നമുക്ക് സിങ്കിങ് ഫണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന തുക എന്ന് പറയുന്നത് 22 ലക്ഷം രൂപയും 22,50,000 രൂപയാണ്. അതായത് 22.5 lakh rupees ആണ് നമ്മൾ 25 years കഴിഞ്ഞ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ അതാണ് നമ്മുടെ സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. അപ്പം അത് മനസ്സിലാക്കുക. അപ്പം നമ്മുടെ ഫസ്റ്റ് ഔട്ട് ഗോയിങ് നമുക്ക് ഇവിടെ എഴുതി കാണിക്കാം. അപ്പം നമ്മൾ അവരിൽ പറയുന്ന ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് 11,40,000 rupees ആണ് കണ്ടാണ് അല്ലെ? ഇനി ഔട്ട് ഗോയിങ്സ് എടുക്കാം. ഫസ്റ്റ് ഔട്ട് ഗോയിങ്സ് എന്തായിരിക്കും? അതായത് ഫസ്റ്റ് ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാലറി കൊടുക്കാനുള്ള കാര്യങ്ങൾ, അത് 30% ഓഫ് ഗ്രോസ് ഇൻകം, സാലറി കൊടുക്കാനുള്ള കാര്യം, മുനിസിപ്പൽ ടാക്സ് എല്ലാം കൂടെ 30% ഓഫ് ഗ്രോസ് ഇൻകം എന്ത് വരും? 30/100 into 11,40,000 എത്ര വരും നോക്കിയാൽ? കാൽക്കുലേറ്റ് ചെയ്യാനില്ല, നമുക്ക് ജസ്റ്റ് നോക്കിക്കാം. 3,42,000. ഒരു കൊല്ലം അവർ 3,42,000 രൂപ എന്ത് ചെയ്യുന്നുണ്ട്? സാലറി ആയിട്ടും മുനിസിപ്പൽ ടാക്സ് ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? 5% ഓഫ് അവരുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് അവർ ചെലവാക്കിയിരിക്കുന്നത്? 25 lakh എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 5/100 into 25 lakh എത്ര വരും? 5/100 25 lakh എന്ന് പറയുമ്പോൾ 1,25,000 രൂപ ആയിരിക്കും അല്ലേ? 1,25,000 രൂപയാണ് നമ്മളുടെ ക്യാപിറ്റൽ കോസ്റ്റിന്റെ 5% എന്താണ് രണ്ടാമത്തെ ഔട്ട് ഗോയിങ് ആയിട്ട്. ഈ മൂന്നാമത്തെ ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താണ്? സിങ്കിങ് ഫണ്ട് ആണ്. സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് ഇതെല്ലാം ആനുവലി ആണ് കേട്ടോ. ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആണ്. അതെന്താണെന്ന് കണ്ടുപിടിക്കാം. S into I/1 plus I raised to n minus 1. S എന്ന് പറഞ്ഞാൽ എന്താ വരിക? നമ്മളുടെ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് 25 ലക്ഷം മൈനസ് അതിനകത്ത് എന്ത് കിട്ടും? 10% സ്ക്രാപ്പ് വാല്യൂ കിട്ടും. അപ്പൊ 2.5 ലക്ഷം കുറയ്ക്കുക. 2.5 ലക്ഷം നമ്മുടെ ബിൽഡിംഗ് പൊളിച്ചു വെക്കുമ്പോൾ കിട്ടുന്നതാണ് പറയുന്നത്. അപ്പൊ എന്ത് കിട്ടും? 22,50,000 രൂപ കിട്ടും നമ്മളുടെ
മൊത്തം സിങ്കിങ് ഫണ്ട് ഈ ഇത്ര എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം 25 കൊല്ലം കൊണ്ട്. എന്നെന്ന് പറഞ്ഞാൽ 25 കൊല്ലമാണ് നമ്മളുടെ ബിൽഡിങ്ങിന്റെ ആയുസ്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇൻട്രസ്റ്റ് കിട്ടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ എത്ര 4% എന്നാണ് പറഞ്ഞേക്കുന്നത്. സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റിന്റെ ഇൻട്രസ്റ്റ് 4% ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളെ 4% എടുക്കാം. അതിനാണ് എന്ത് വരും 0.04 അല്ലെ 4%. അപ്പൊ സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് എങ്ങനെ കിട്ടും? നമ്മളുടെ സിങ്കിങ് ഫണ്ട് വേണ്ടി വരുന്നത് 22,50,000 രൂപയാണ്. മൾട്ടിപ്ലൈഡ് ബൈ 0.04 ഡിവൈഡ് ബൈ 1.04 25 കൊല്ലത്തേക്ക് -1 എന്ത് കിട്ടുന്നു? ഇപ്പൊ 22,50,000 ഇൻറ്റു 0.04 ഡിവൈഡഡ് ബൈ 1.04 റൈസ് ടു 25 -1 എന്ത് കിട്ടും? 54,027 രൂപ. അതായത് 54,027 റുപ്പീസ് ആണ് ആനുവൽ സിങ്കിങ് ഫണ്ട് പെർ ആനം. ഒരു കൊല്ലം നമ്മൾ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ 54,027 രൂപ വെച്ച് നമ്മൾ 4% ഇൻട്രസ്റ്റ് വെച്ച് അടച്ചാൽ അത് 25 ഇയേഴ്സ് കഴിയുമ്പോൾ 22,50,000 രൂപയാവും. ഇത് സ്ക്രാപ്പ് വാല്യൂ ആണോ? സ്ക്രാപ്പ് വാല്യൂ. അപ്പൊ ഇത്രയാണ് നമ്മളുടെ സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റിന്റെ കാര്യം. ഇനിയുള്ള ഔട്ട് ഗോയിങ് എന്താന്ന് നോക്കിയേ. ഇനിയുള്ള ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഔട്ട് ഗോയിങ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഔട്ട് ഗോയിങ് ഡി എന്താന്ന് നോക്കിയാൽ ഇൻഷുറൻസ് പ്രീമിയം 50,000. മനസ്സിലായോ? അതാണ് നമ്മളുടെ ഇൻഷുറൻസ് പ്രീമിയം 50,000 ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 50,000 50,000. പിന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് അസ്യൂം ഇയേഴ്സ് പർച്ചേസ് ഫോർ 70 years at 8% ആൻഡ് റിഡംഷൻ ക്യാപിറ്റൽ ഓഫ് 4%. അപ്പൊ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പറയുക? പിന്നെ ബിൽഡിങ്ങിന്റെ റിപ്പയർ കൂടെ എടുക്കണല്ലേ. അതാണ് നമ്മളുടെ ലാസ്റ്റ്. ഇത് മറക്കരുത്. ബിൽഡിങ്ങിന്റെ റിപ്പയറിംഗ് കൂടെ പറയുന്നുണ്ട്. അത് വേണേൽ 5th ഔട്ട് ഗോയിങ് ആയിട്ട് എടുക്കാം. അവര് എടുത്തിട്ടുണ്ടോ? 5th ഔട്ട് ഗോയിങ് ആയിട്ട് എടുക്കാം ബിൽഡിങ്ങിന്റെ റിപ്പയർ. അത് മറക്കരുത് കേട്ടോ. ഒരു മിനിറ്റ്, ക്യാമറ ഡിസ്കണക്ട് ചെയ്യണം. ക്യാമറയ്ക്ക് തോന്നിയ പോലെ ഇടയ്ക്കിടയ്ക്ക് വർത്തം ഇടയ്ക്ക് വർത്താവും. അപ്പം പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2% ഗ്രോസ് ഇൻകത്തിന്റെ ആനുവൽ റിപ്പയർ കോസ്റ്റ് ആണ് പറയുന്നത്. അത് എത്രയാണ്? 2% വരും നമ്മുടെ ഗ്രോസ് ഇൻകം. അതായത് 2/100 ആനുവൽ റിപ്പയർ ഓഫ് ബിൽഡിംഗ് ആണ്. നേരത്തെ പറഞ്ഞിരിക്കുന്നത് ആനുവൽ റിപ്പയർ ഓഫ് മെഷീനറി കാര്യങ്ങളൊക്കെയാണ് 5% പറഞ്ഞിരിക്കുന്നത്. ആനുവൽ റിപ്പയർ ഓഫ് ബിൽഡിംഗ് പറഞ്ഞാൽ 2/100 ഇൻറ്റു ക്യാപിറ്റൽ കോസ്റ്റിന്റെ ആണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രോസ് ഇൻകത്തിന്റെ ആണ് പറഞ്ഞിരിക്കുന്നത്. ആനുവൽ റിപ്പയർ ഓഫ് ദി ബിൽഡിംഗ് 2% ഓൺ ഗ്രോസ് ഇൻകം. ഗ്രോസ് ഇൻകം എത്ര? 11,40,000 അല്ലായിരുന്നോ? ഏകദേശം 22,800 രൂപ വരും അല്ലെ? ഇതാണ് നമ്മളുടെ ആനുവൽ റിപ്പയർ കോസ്റ്റ് ബിൽഡിങ്ങിന്റെ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രോസ് ഇൻകത്തിന്റെ ആണ്. റിപ്പയർസ് അത് ഈ റിപ്പയറും ഇത് മാർക്ക് വരുന്നത്. ഇത് ബിൽഡിങ്ങിന്റെ റിപ്പയർ ആണ്. ആനുവൽ റിപ്പയർ ഓഫ് ബിൽഡിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ റിപ്പയറോ റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് മെഷീനറീസ്, പ്ലാന്റ്സ്, എക്യുപ്മെന്റ്സ്, ഫർണിച്ചർ എക്സെട്ര 5% ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദർ ക്യാപിറ്റൽ കോസ്റ്റ് ഓൺ ₹25 lakh. ക്യാപിറ്റൽ കോസ്റ്റ് ഓൺ 25 lakh എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഓർന്നല്ല കേട്ടോ. ഓർന്ന് മറ്റുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ? ഓർന്നാണ്. ഓർന്നാണ് ഒന്നുമല്ല. ഓൺ ദർ ക്യാപിറ്റൽ കോസ്റ്റ് ഓൺ ₹25 lakh. അതായത് 25 lakh ആണ് ഇവരുടെ ക്യാപിറ്റൽ കോസ്റ്റ്. മനസ്സിലായി? ഇത് രണ്ടിലുള്ള വ്യത്യാസം. ഇത് ആദ്യത്തെ മെഷീനാണ്. മെഷീനിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 5% ഓഫ് ദർ ക്യാപിറ്റൽ കോസ്റ്റ് ഓൺ ₹25 lakh. മറ്റാണെങ്കിൽ ആനുവൽ റിപ്പയർ എന്ന് പറഞ്ഞാൽ 2% ഓൺ ഗ്രോസ് ഇൻകം. ഇത് രണ്ടും ബിൽഡിങ്ങിന്റെ ആണ്, മറ്റേ മെഷീനറിന്റെ ആണ്. അത് ഓർത്തുക. അപ്പൊ ഇത്രയും ഔട്ട് ഗോയിങ്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് നെറ്റ് ഇൻകം നമുക്ക് കിട്ടില്ലേ? അപ്പം നെറ്റ് ഇൻകം കണ്ടുപിടിക്കണം. നെറ്റ് ഇൻകം
ഈക്വൽ ടു ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട് ഗോയിങ്സ്. എല്ലാ ഔട്ട് ഗോയിങ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഗ്രോസ് ഇൻകം 11,40,000 ആണ്. എല്ലാ ഔട്ട് ഗോയിങ്സും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 3,42,000 കൂട്ടിക്കോ. 3,42,000 പ്ലസ് 1,25,000 പ്ലസ് പിന്നെ സിംഗിൾ ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് എത്രയാ? 54,027 പ്ലസ് പിന്നെ ഇൻഷുറൻസ്. ഇത് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് ഇൻസ്റ്റാൾമെന്റ് ഓരോ കൊല്ലവും 50,000 പിന്നെ ആനുവൽ റിപ്പയർ ഓഫ് ബിൽഡിംഗ്. അത് മാറിപ്പോയി കേട്ടോ. എല്ലാം കൂടെ ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ 5,93,327 രൂപ ഔട്ട് ഗോയിങ് വരിക. അപ്പൊ നെറ്റ് ഇൻകം എന്ത്? 11 lakh ഗ്രോസ് ഇൻകത്തിൽ നിന്ന് ഇത്രയും കുറയ്ക്കുക. നെറ്റ് ഇൻകം 5,46,171 രൂപ. അതായത് 5,46,173 റുപ്പീസ് ആണ് നെറ്റ് ഇൻകം ആയിട്ട് കിട്ടുക ഈ ഹോട്ടൽ നടത്തുന്നവർക്ക്. എന്നിട്ട് പിന്നെ എന്താ നമ്മൾ കണ്ടുപിടിക്കുന്നത്? നെറ്റ് ഇൻകം അല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാല്യൂ ആണ്. വാല്യൂ ഓഫ് ദി ബിൽഡിംഗ് ആണ്. അതായത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദി ബിൽഡിംഗ്. എന്ത് കിട്ടും? അത് നെറ്റ് ഇൻകം മൾട്ടിപ്ലൈഡ് ബൈ ഇയേഴ്സ് പർച്ചേസ് ആണ് വരിക. ഇയേഴ്സ് പർച്ചേസ് നെറ്റ് ഇൻകം പറഞ്ഞാൽ 5,46,173 മൾട്ടിപ്ലൈഡ് ബൈ ഇയേഴ്സ് പർച്ചേസ് എന്താ വരിക എന്നറിയാം? 100 ഡിവൈഡഡ് ബൈ നമ്മളുടെ ടോട്ടൽ ഇയേഴ്സ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ട്വിസ്റ്റ് വരുന്നത് നോക്കിക്കോ. ഇവിടെ രണ്ടെണ്ണം പറയുന്നുണ്ട്. അസ്യൂം ഇയേഴ്സ് പർച്ചേസ് ഫോർ 70 years at 8%. പിന്നെ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? റിഡംഷൻ കൂടി ആഡ് ചെയ്യണം. റിഡംഷൻ ഓഫ് ദ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഈ ക്യാപിറ്റല് എന്ത് ചെയ്യാം? ഒന്നും ചെയ്യാതെ വെച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് റിഡംഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ഇയേഴ്സ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ 70 years നമ്മൾ ഇത് ഫിക്സഡ് ആക്കി വെച്ചാൽ നമുക്ക് 8% കിട്ടും. പിന്നെ ഉള്ളത് റിഡംഷൻ ഓഫ് ക്യാപിറ്റൽ. അപ്പൊ ഈ റിഡംഷൻ ഓഫ് ക്യാപിറ്റലും ഇത് രണ്ടും കൂടി വരുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അതെങ്ങനെ ആഡ് ചെയ്യണം? നമുക്ക് രണ്ട് നഷ്ടം വരുന്നുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇയേഴ്സ് പർച്ചേസിന്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാധാരണ 100 ഡിവൈഡ് ബൈ നമ്മൾ എത്രയാണോ ഇയേഴ്സ് പർച്ചേസിന്റെ ആ പെർസെന്റേജ് കാണിക്കുന്നത് അത് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 100 ഡിവൈഡ് ബൈ നമ്മളുടെ സാധാരണ ചെയ്യുന്ന നമ്മളുടെ ഇയേഴ്സ് പർച്ചേസിന്റെ ഇത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവർ പറയുന്നത് നമ്മൾ 70 years നമ്മളുടെ ക്യാപിറ്റൽ കോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഇയേഴ്സ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ 8% ആണ്. അതിന്റെ കൂടെ റിഡംഷൻ എന്ന് പറയുന്നത് 4%. റിഡംഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ സ്റ്റോക്കിലൊക്കെ നമ്മളിപ്പം ഇത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന വർധന. അതേപോലെ തന്നെ പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഡെപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളിപ്പോൾ കടത്തിലായി പോയിരുന്നെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന നഷ്ടം, അപ്പൊ അതിനു വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് നമുക്ക് എടുക്കേണ്ട തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ റിഡംഷൻ എന്ന് പറയുന്നത്. അതാണ് റിഡംഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഫിനാൻഷ്യൽ ആയിട്ടുള്ള ടേമാണ്. പക്ഷെ നിങ്ങൾ ഓർത്താൽ മതി, ഈ ഇയേഴ്സ് പർച്ചേസിന്റെ കൂടെ റിഡംഷൻ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്യണം. അതായത് ഇവിടെ ചെയ്തേക്കുന്നുണ്ടോ? ഇയേഴ്സ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ടും കൂടി അവരെ ആഡ് ചെയ്യണം. IP പ്ലസ് IC ഇത് രണ്ടും കൂടി ഇവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കിയേ. ഈ IC എന്ന് പറഞ്ഞാൽ ഇവര് ശരിക്കും കൺസിഡർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സിങ്കിങ് ഫണ്ട് പോലെ തന്നെയാണ്, 70 കൊല്ലത്തേക്ക്. അതാണ് ഇവിടെ ഇവരെടുത്തിരിക്കുന്ന എന്ത് റിഡംഷന്റെ വാല്യൂ, 70 yearsനുള്ള റിഡംഷന്റെ വാല്യൂ. അപ്പൊ IC എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അതാണ് നമ്മളുടെ കോഎഫിഷ്യന്റ്. ആ കോഎഫിഷ്യന്റ് 70 കൊല്ലത്തേക്ക് എത്ര രൂപയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അതായത് നമ്മൾ ഇവരിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 4% ആണ് റിഡക്ഷൻ എങ്കിൽ IC എന്ന് പറഞ്ഞാൽ നമ്മൾ 1 രൂപ ഇട്ടാൽ അത് 70 കൊല്ലം കഴിയുമ്പോൾ എത്ര രൂപയായി മാറും എന്നുള്ളതാണ് നമ്മളുടെ IC കോഎഫിഷ്യന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അർത്ഥം നിങ്ങൾ നോക്കണ്ട. നിങ്ങളിപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ
IC കണ്ടുപിടിക്കുക, ഈ കോഫിഷ്യന്റ് കണ്ടുപിടിക്കുക, അങ്ങനത്തെ റിഡംഷൻ കോഫിഷ്യന്റ്. അതായത് നമ്മുടെ സിങ്കിങ് ഫണ്ട് തന്നെയാണ്. സിങ്കിങ് ഫണ്ട് വേറൊരു രീതിയാണ്. അതായത് നമ്മളിവിടെ ക്വസ്റ്റിന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ സിങ്കിങ് ഫണ്ട് പറഞ്ഞിരിക്കുന്നത് 25 ഇയേഴ്സിനേക്കാണ് നമ്മുടെ സിങ്കിങ് ഫണ്ട് പറഞ്ഞിരിക്കുന്നത് 4% എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ ലൈഫ് ഓഫ് ബിൽഡിംഗ് 70 ഇയേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനത്തെ കേസുകൾ എന്താ സംഭവിക്കുക വെച്ചാല്, നമ്മൾ റിഡംഷൻ പറയുമ്പോൾ എപ്പോഴും ഈ ഇയേഴ്സ് പർച്ചേസിന്റെ ഈക്വൽ ഇതിലേക്കാണ് നമ്മൾ റിഡംഷൻ പറയുക. മനസ്സിലായി? അതായത് ലൈഫ് ഓഫ് ദ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഇയേഴ്സ് പർച്ചേസ് എത്ര ആണെങ്കിലും ആവാം. അതായത് നമുക്കിപ്പോ ഈ 25 ഇയേഴ്സ് ബിൽഡിംഗ് വരെ നമുക്ക് വേണമെങ്കിൽ 70 ഇയേഴ്സ് ബിൽഡിംഗ് ഉണ്ടാക്കായിരുന്നു. 100 ഇയേഴ്സ് അല്ല 70 ഇയേഴ്സ് ഒക്കെ ആണ് ഒരു ബിൽഡിംഗ് നിൽക്കുക. 50 ഇയേഴ്സ് നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടാക്കായിരുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 70 ഇയേഴ്സ് നമുക്ക് അതിനെ ക്യാപിറ്റൽ നമുക്ക് എന്ത് ചെയ്യാം, ബാങ്കിൽ ഉണ്ടായിരുന്നു. അതാണ് 70 ഇയേഴ്സ് 8% ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ റിഡംഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നതും ഈ സെയിം ഐഡിയ തന്നെയാണ്. ഈ 70 ഇയേഴ്സ് വരെയുള്ള നമ്മളുടെ സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ്, അത് 70 കൊല്ലം കഴിഞ്ഞ് നമുക്ക് ഈ ക്യാപിറ്റൽ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് തിരിച്ചടക്കേണ്ട വരുന്നെങ്കിൽ, മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയും, നമുക്ക് 25 ലക്ഷം രൂപ നമ്മൾ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് എടുക്കാൻ വിചാരിക്കുക, 4% ഇൻട്രസ്റ്റ് എങ്ങനെയാണ് അടക്കേണ്ടത്. അപ്പം 70 കൊല്ലം കഴിഞ്ഞ് നമുക്ക് ഇതേ ക്യാപിറ്റൽ നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ എത്ര സേവ് ചെയ്യണം? എന്നിട്ട് ഈ ഇയേഴ്സ് പർച്ചേസും ഈ റിഡംഷൻ തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇത്ര ഓർത്താൽ മതി. നമുക്ക് ഈ ഇയേഴ്സ് പർച്ചേസിന്റെ കൂടെ റിഡംഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ 100 ഡിവൈഡ് ബൈ ഇയേഴ്സ് പർച്ചേസ് കോഎഫിഷ്യന്റ് പ്ലസ് നമ്മളുടെ ഈ സിങ്കിങ് ഫണ്ട് കോഎഫിഷ്യന്റ് എടുക്കണം. പക്ഷേ ഈ സിങ്കിങ് ഫണ്ട് കോഎഫിഷ്യന്റ് എടുക്കേണ്ടത് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടല്ല, ബിൽഡിങ്ങിന്റെ ലൈഫ് ടൈം വെച്ചിട്ടല്ല ഈ സിങ്കിങ് ഫണ്ട് കോഎഫിഷ്യന്റ് എടുക്കേണ്ടത്. എന്ത് വെച്ചെടുക്കണം? ഇയേഴ്സ് പർച്ചേസ് ഇൻട്രസ്റ്റ് റേറ്റിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഈ സിങ്കിങ് ഫണ്ട് കോഎഫിഷ്യന്റ് എടുക്കണം. ഈ സിങ്കിങ് ഫണ്ട് എന്തായിരിക്കണം? എത്രയാണ് ഇയേഴ്സ് പർച്ചേസ്, എത്ര കൊല്ലത്തേക്കാണ് ഇയേഴ്സ് പർച്ചേസ്, ആ കൊല്ലം തന്നെ എടുക്കണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇവിടുത്തെ കേസിൽ 25 ഇയേഴ്സ് അല്ല ഇവിടെ വരുന്നത്. ഈ IC എന്ന് പറയുന്നത്, IC എന്ത് വരും? IC എന്ന് പറഞ്ഞാല് 4% ഇൻട്രസ്റ്റ് 70 കൊല്ലത്തേക്ക് കിട്ടുന്നതാണ് പറയുന്നത്. -1 എന്ത് വരും നോക്കാം. 0.04 ഡിവൈഡ് ബൈ 1.04 റൈസ് ടു 70 -1. 0.00275 ഇതാണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പൊ ഈ കോഎഫിഷ്യന്റ് മറ്റേ സിങ്കിങ് ഫണ്ടിന്റെ ഇത് തമ്മിലുള്ള മാറ്റം മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ഈ പലപ്പോഴും ഈ കോഎഫിഷ്യന്റ് സിങ്കിങ് ഫണ്ടിന്റെ കൂടെ പറയാത്തത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ കോഎഫിഷ്യന്റ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാകാത്തായിട്ടുണ്ടോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും. സായന്ത്, നീതുൽ, അക്ഷയ്, ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും. മനസ്സിലായല്ലോ അല്ലേ? അതായത് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 25 കൊല്ലത്തേക്കേ ഉള്ളൂ നമ്മളുടെ ഈ ബിൽഡിങ്ങിന്റെ ലൈഫ് എന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സിങ്കിങ് ഫണ്ട് മാറ്റി വെക്കും. പക്ഷെ നമ്മളുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? 70 കൊല്ലം വരെ എത്താൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് ഒരു സിങ്കിങ് ഫണ്ട് വേണം. അതാണ് സെപ്പറേറ്റ് ആയിട്ട് റിഡംഷൻ എന്ന് പറയുന്നത്. അപ്പൊ റിഡംഷൻ വരുന്നത് പലപ്പോഴും ഈ സ്റ്റോക്കിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഈ ഡെപ്റ്റ്, അതായത് എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് ഈ റിഡംഷനിൽ വരുന്നത്. അപ്പൊ ഇത് രണ്ടാണ് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ICന്റെ കൂടെ ഈ കോഎഫിഷ്യന്റ് IC കണ്ടുപിടിക്കുക. എന്നിട്ട് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നെറ്റ് ഇൻകം 5,46,173 കൂടെ സാധാരണഗതി നമ്മൾ ഇയേഴ്സ് പർച്ചേസ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇയേഴ്സ് പർച്ചേസിന് ഇൻട്രസ്റ്റ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ ഒരു റിഡംഷനും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ റിഡംഷന്റെ കോഎഫിഷ്യന്റ് കൂടി ആഡ് ചെയ്യാം. എന്ത് വരും? 0.08 ആണല്ലേ നമ്മുടെ ഇയേഴ്സ് പർച്ചേസിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്. റിഡംഷന്റെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ല, കോഎഫിഷ്യന്റ് ആണ് കേട്ടോ. IC കോഎഫിഷ്യന്റ് ആണ്, ഇൻട്രസ്റ്റ് റേറ്റ് അല്ല, അത് മറക്കരുത്. കോഎഫിഷ്യന്റ് ആണ് 0.00275. മൊത്തം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ 5,46,173 divided by 0.08 plus എത്ര വരും നോക്കിയേ? എത്ര വരും?
ഇവരും പറഞ്ഞിരിക്കുന്നത് 66,04,324 രൂപ. ഇതാണ് കിട്ടുന്നത്. അതായത് നമ്മളുടെ നെറ്റ് ഇൻകം 5,46,173 രൂപ മൾട്ടിപ്ലൈഡ് ബൈ നമ്മുടെ ടോട്ടൽ ഇയേഴ്സ് പർച്ചേസ്. അപ്പൊ ഇയേഴ്സ് പർച്ചേസിന്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യാം, റിഡംഷൻ കൂടി ആഡ് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യണം. ആഡ് ചെയ്യാന്നാണ് ഇൻക്ലൂഡ് ചെയ്യണം. അതാണ് റിഡംഷൻ കോഫിഷ്യന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ 5,46,173 multiplied by years purchase. One divided by 0.08 into 10275 അടിയുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് 66,04,324 രൂപ കിട്ടുക. അപ്പൊ അതിന്റെ കൂടെ നമ്മളെപ്പോഴും ഇയേഴ്സ് പർച്ചേസും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് സംഭവം. പിന്നെയാണ് നമ്മൾ ക്യാപിറ്റലൈസ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പം ബിൽഡിങ്ങിന്റെ നമ്മൾ കണ്ടുപിടിച്ചു, അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാം, ലാൻഡിന്റെ വാല്യൂ കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ നമുക്കുള്ള ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നമുക്ക് കിട്ടി. അതാണ് 86 ലക്ഷം രൂപയാവും നമ്മളുടെ ബിൽഡിങ്ങിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ എല്ലാവർക്കും? ആരുടെയും ക്വസ്റ്റ്യൻ മനസ്സിലായോ? മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. സോ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാല് ഇതുപോലത്തെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവേണ്ടതാണ്. നോക്കട്ടെ, രണ്ടെണ്ണം കൂടി ആഡ് ചെയ്യേണ്ട. നമ്മളിതൊക്കെ നമ്മൾ കവർ ചെയ്തല്ല. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, അതേപോലത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ ഇയേഴ്സ് പർച്ചേസ് മാത്രം പറയുകയാണെങ്കിൽ നമ്മൾ നോർമലി ചെയ്യാന്ന് വെച്ചാൽ എന്താ, ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലായില്ലേ, നമ്മൾ ഇയേഴ്സ് പർച്ചേസ് മാത്രം പറയുമ്പോൾ നിങ്ങൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അതിനകത്ത്. അതായത് ഇത് മാറിപ്പോരുത് കേട്ടോ. നമ്മൾ ഇയേഴ്സ് പർച്ചേസ് എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? 100 ഡിവൈഡ് ബൈ പെർസെൻറ്റേജിൽ പറയും. ഇപ്പൊ 8% എന്നാണെങ്കിൽ പറയും, അല്ലെങ്കിൽ അത് 1 ഡിവൈഡ് ബൈ 0.08 എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും നമ്മൾ മാറിപ്പോരുത് കേട്ടോ. അത് മാറിപ്പോയ വലിയ എറർ വരും. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം, ഇയേഴ്സ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ 1 രൂപ 8% അല്ല, നമുക്ക് 1 രൂപ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര രൂപ നമ്മൾ 8% ഇൻട്രസ്റ്റിൽ നമ്മൾ ബാങ്കിൽ ഇടണം ഒരു കൊല്ലം, നമുക്ക് റിട്ടേൺ 1 രൂപ കിട്ടണം എന്നാണ് നമ്മുടെ ഇയേഴ്സ് പർച്ചേസ്. അപ്പൊ ഇത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ 100/8 എന്ന് എഴുതുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 1/0.08 എന്ന് എഴുതുക. മനസ്സിലായോ? അപ്പം ഇവിടെ ഇപ്പം 100/ഇതെന്ന് എഴുതുമ്പോൾ ഇവിടെ ഇപ്പൊ ഞാൻ ചെയ്തപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു വെച്ചാൽ 100/IP+IC എന്ന് എഴുതിയപ്പോൾ ഞാൻ ഇവിടെ 1 എന്ന് എഴുതാൻ പാടുള്ളൂ. മനസ്സിലായി? 100 എന്ന് എഴുതരുത്. കാര്യം എന്താ, ഞാൻ ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്ന പെർസെൻറ്റേജിലല്ല, രണ്ടും ഞാൻ പെർസെൻറ്റേജിലല്ല എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് രണ്ടും ഡെസിമലിൽ തന്നെയാണ് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത്, നമ്പറിൽ തന്നെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് 1 എന്ന് മാത്രം എഴുതാൻ പാടില്ല. അത് ബേസിക് കാര്യമാണ്. അപ്പൊ അതൊരു ചെറിയ കൺഫ്യൂഷൻ വന്നിരുന്നു, അത് നിങ്ങൾ ക്ലിയർ ചെയ്തോ. ഇനി ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാന്ന് വെച്ചാല് ഈ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ കവർ ചെയ്താന്നാണ് എനിക്ക് ഓർമ്മ അല്ലേ? ഇത് നമ്മൾ കവർ ചെയ്ത അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ അല്ലെ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ ഈ ക്വസ്റ്റ്യൻ? ഓർമ്മയില്ലേ? നമ്മൾ ഇത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് വന്ന ഒരു ക്വസ്റ്റ്യൻ. സിങ്കിങ് ഫണ്ട് മെത്തേഡ് കൊണ്ട് നമ്മൾ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഇന്നലത്തെ ക്ലാസ്സിൽ ചെയ്തു. ഈ IC ക്ക് പകരം എന്ത് ചെയ്യുക, നിങ്ങൾ ആ സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് തന്നെ കണ്ടുപിടിക്കാം. എന്നിട്ട്
1 രൂപ എത്രയാവും എന്നുള്ളത് ആ വാല്യൂ കണ്ടുപിടിച്ചിട്ട് 1 രൂപ 10 കൊല്ലം വെച്ച് റിക്കറിങ് കിട്ടാൻ എത്ര രൂപ ആവും എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഡിപ്രിസിയേഷൻ കിട്ടും. ഇത് നമ്മൾ ഇന്ന് ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യന് സമാനമാണ്. ഇന്നലെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കവർ ചെയ്തതാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്നും കവർ ചെയ്യാനില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് ചെയ്യാം. ഒരു മിനിറ്റ് നമുക്ക് ഒന്നും കൂടി നോക്കാം. ഇത് ആ എക്സ്പ്ലനേഷന് പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. കണ്ട IP IC വരുന്ന സംഭവമാണ്. അതായത് ഇവർ പറയുന്നത് എന്താണ്? വർക്ക്ഔട്ട് ദ വാല്യൂ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ഓഫ് എ ബിൽഡിംഗ് ഇഫ് ഫ്യൂച്ചർ ലൈഫ് ഈസ് 20 years ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് 8% ഓൺ ക്യാപിറ്റൽ ആൻഡ് 4% സിങ്കിങ് ഫണ്ട്. അതായത് 8% ക്യാപിറ്റൽ ഉള്ളത് കിട്ടും. അതാണ് നമ്മളുടെ ഇയേഴ്സ് പർച്ചേസിന്റെ ക്യാപിറ്റൽ. പിന്നെ 4% സിങ്കിങ് ഫണ്ടിനുള്ളത് കിട്ടും. അപ്പൊ നമ്മൾ രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. നമ്മളുടെ ഈ കോഎഫിഷ്യന്റ് സിങ്കിങ് ഫണ്ടിന്റെ കോഎഫിഷ്യന്റ് കണ്ടുപിടിച്ചിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യാം? ഇയേഴ്സ് പർച്ചേസിന്റെ കൂടെ എഴുതുക. അപ്പൊ ഇത് തന്നെയായിരുന്നു നമ്മൾ ചെയ്ത നേരത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന 20 years തന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചെയ്ത് ഓർമ്മയില്ലേ? എന്താണ് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പി? ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? നമ്മൾ ആദ്യം സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് 25 കൊല്ലം ഉള്ള സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് നമ്മൾ കണ്ടുപിടിച്ചു. അത് 54,000 കണ്ടുപിടിച്ചു. പിന്നെ എന്ത് ചെയ്തു? ഇയേഴ്സ് പർച്ചേസ് കണ്ടുപിടിച്ചപ്പോൾ അതിനകത്ത് നമ്മൾ ഈ കോഎഫിഷ്യന്റ് ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ ഈ കോഎഫിഷ്യന്റ് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി. എങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ? ഈ റിഡംഷൻ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഈ ഇയേഴ്സ് പർച്ചേസിന്റെ കൂടെ റിഡംഷനോ അല്ലെങ്കിൽ ആനുവൽ സിങ്കിങ് ഫണ്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻ മാത്രം ഇങ്ങനെ IC കണ്ടുപിടിച്ച് ഇയേഴ്സ് പർച്ചേസിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായോ? ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ ഈ ഒരുവിധം ഈ പ്രോബ്ലംസ് കവർ ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട് എങ്കിൽ ഇത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തല്ലേ? എന്തെങ്കിലും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഇത് നമുക്ക് തുടക്കത്തിൽ നമ്മൾ ചെയ്ത ഒരു 2 ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഐശ്വര്യ മിസ് ക്ലാസ് എടുക്കും. ഒരു 5 minutes കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി വർക്ക്ഔട്ട് ചെയ്യാം. കാര്യം നമുക്ക് പഴയ കാര്യങ്ങൾ നോക്കാം. അതായത് ഇവർ പറയുന്നത് എന്താണ്? വർക്ക്ഔട്ട് ദ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി കൺസിസ്റ്റിംഗ് ഓഫ് എ ലാൻഡ് ആൻഡ് ഹൗസ് ഇൻ എ പുവർ കണ്ടീഷൻ. നമ്മൾ ചെയ്തല്ലേ? 4% ആണ് അതിന്റെ റെന്റ്. ഇത് ജസ്റ്റ് വളരെ സിമ്പിൾ കാര്യമാണ്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ക്യാപിറ്റലൈസ്ഡ് കാര്യമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇയേഴ്സ് പർച്ചേസ് കണ്ടുപിടിച്ചിട്ട് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ക്യാപിറ്റലൈസ്ഡ് ഇയേഴ്സ് പർച്ചേസ് കണ്ടുപിടിച്ചിട്ട് നെറ്റ് റെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നെറ്റ് റെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? ഗ്രോസ് റെന്റിൽ നിന്ന് എല്ലാ ഔട്ട് ഗോയിങ്സും കുറയ്ക്കുക. ഔട്ട് ഗോയിങ്സിനകത്താണ് നമ്മുടെ സിങ്കിങ് ഫണ്ട് വരിക. പിന്നെ അങ്ങനത്തെ റിപ്പയർ കാര്യങ്ങളൊക്കെ വരിക. ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ക്വസ്റ്റ്യൻസ്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്നാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊഡ്യൂൾ അവസാനിപ്പിക്കാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഐശ്വര്യ മിസ് വെയിറ്റിംഗ് ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൊഡ്യൂൾ മനസ്സിലായോ? എങ്ങനെയാണ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യം ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും? അരുണിമ മനസ്സിലായോ എങ്ങനെയാണ് മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ? കുറച്ചൊക്കെ മനസ്സിലായി. അതായത് നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. അതായത് പല ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ശ്രദ്ധയോടെ വായിക്കണം. കാര്യം എന്താ വെച്ചാൽ ചെറിയ ക്വസ്റ്റ്യൻസ് എത്ര ഒരു 5-6 സ്റ്റെപ്പ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 12 മാർക്സിനൊക്കെ ആയിരിക്കും. അപ്പൊ എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ നിങ്ങളുടെ 12 മാർക്സ് പോകും. അപ്പം ഇങ്ങനത്തെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 15 മാർക്സ് 2 ക്വസ്റ്റ്യൻ. അതിനകത്തൊരു സാധാരണഗതി ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഫോർത്ത് മൊഡ്യൂൾ ഈ USBന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ. ഞാൻ കാണിച്ചു തരാൻ പറ്റും, നോക്കാം. അതിനകത്ത് നമുക്ക് മനസ്സിലാവും എങ്ങനെയാ വരുന്നതെന്നുള്ള. ഞാൻ ഇതിനകത്തുണ്ടാവും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ. അതിനകത്ത് നോക്കിയാൽ മതി. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ QSP December 2019 നടന്ന എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്.
ഡിസംബർ 2019 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഞാനിപ്പം കളിക്കുന്നത്. കാണാൻ കഴിയുന്നത് അതായത് 4th മൊഡ്യൂളിലേക്ക് നോക്കിയേ. ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഒരു ബിൽഡിംഗ് ആണ്. പിന്നീട് ചോദിച്ചിട്ടുള്ളത് റോഡ് എസ്റ്റിമേഷൻ, കോളത്തിന്റെ റീബാർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ 3rd മൊഡ്യൂൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഒന്നും കൂടി ഒന്ന് നോക്കണം. 2-3 ക്വസ്റ്റ്യൻസ് നോക്കാനുണ്ട് റോഡ് എസ്റ്റിമേറ്റ് ഒക്കെ. ഈ 4th മൊഡ്യൂളാണ് നമ്മൾ പറയുന്നത്. അതായത് പാർട്ട് സി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിന് ഉള്ള തിയറി, പിന്നുള്ളത് പ്രസന്റിങ് കാണാൻ കഴിയില്ല. ഞാൻ പ്രസന്റ് ചെയ്യുന്നത് കാണുന്നില്ല, എന്റെ നെറ്റ് എന്തോ എറർ ഉണ്ടെന്ന് തോന്നുന്നു. സോ ഞാൻ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് ചെയ്യാണ്. നിങ്ങൾ മനസ്സിലാക്കുക, അതായത് 12 മാർക്സിനൊക്കെ ആയിരിക്കും നോർമലി ക്വസ്റ്റ്യൻ ചോദിക്കുക. 12 അല്ലെങ്കിൽ 10 മാർക്സിനായിരിക്കും നമ്മുടെ പ്രോബ്ലം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പിന്നെ ഉള്ളത് 5 മാർക്കിന്റെ തിയറിയാണ് ചോദിക്കുക. അത് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 50 മാർക്സിന് 2 ക്വസ്റ്റ്യൻ. അതിനകത്ത് 3 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 നിങ്ങൾ എഴുതണം. 50 മാർക്സിന്റെ ഓരോന്നും. അതിൽ തന്നെ സബ് ഡിവിഷൻ ആയിട്ട് 10 മാർക്സ് ക്വസ്റ്റ്യൻ, പിന്നെ 5 മാർക്സിന് ഒരു തിയറി. അപ്പൊ തിയറി നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്തായിട്ടാണ്? അസൈൻമെന്റ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തിയറി തരാൻ പോകുന്നത്. അപ്പോൾ തിയറി നല്ലപോലെ പഠിച്ചെഴുതുക. നമ്മളുടെ ഈ ഞാൻ ഇപ്പൊ കാണാൻ കഴിഞ്ഞിട്ടില്ല അല്ലെ? തിയറി ഒരു 5 മാർക്ക്, പിന്നെ വരുന്നത് പ്രോബ്ലം 10 മാർക്ക് അല്ലെങ്കിൽ 12 മാർക്ക്. അതിനനുസരിച്ച് തിയറി കുറയും. അപ്പൊ ഈ തിയറി ഒക്കെ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരാൻ പോവാണ്. എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യമില്ല. പക്ഷെ പല കാര്യങ്ങളും നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. അതുകൊണ്ടാണ് ഞാൻ തിയറി പ്രത്യേകം പറയാത്തത്. അപ്പൊ നമുക്ക് 4th മൊഡ്യൂൾ ഇതോടുകൂടി അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഒരു അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉടനെ സെറ്റ് ചെയ്യുക. നിങ്ങൾ എഴുതി തുടങ്ങിക്കോ. അതായത് 4th മൊഡ്യൂളിലെ മൊത്തം തിയറി കിട്ടും. നമ്മുടെ ഈ പ്രിന്റ് നോട്ട്സ് കിട്ടും. എല്ലാ തിയറിയും ഈ പ്രിന്റ് നോട്ട്സ് ഉണ്ട്. ഈ തിയറി മൊത്തം നിങ്ങൾ സ്വന്തം ഹാൻഡ് റൈറ്റിംഗ് എഴുതിക്കോ. ഇപ്പൊ തന്നെ എഴുതി തുടങ്ങിയ എന്താ സംഭവം എന്ന് വെച്ചാൽ, മിക്കവാറും ഞാൻ നെക്സ്റ്റ് മൺഡേ ആയിരിക്കും സബ്മിഷൻ പറയുക. നെക്സ്റ്റ് വീക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പം സെക്കൻഡ് ഇന്റേണൽ തുടങ്ങും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും. നിങ്ങൾ തിയറി എഴുതിയാൽ, ഈ തിയറി ഒക്കെ എഴുതുക, വായിക്കുക, പഠിക്കുക. അപ്പൊ ഇത് എടുക്കാൻ ടൈമില്ല. അപ്പൊ നെക്സ്റ്റ് ഒരു 2 ക്ലാസ്സും കൂടെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യും. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ നെക്സ്റ്റ് മൊഡ്യൂൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം സോ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഞാൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണ്ടേ അല്ലേ? അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം, കുഴപ്പമില്ല. അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്തോളാം. അറ്റൻഡൻസ് ഞാൻ ഐശ്വര്യ മിസ്സിന്റെ ക്ലാസ് ഒന്ന് മാർക്ക് ചെയ്തോളാം, കുഴപ്പമില്ല. ഇനി ഐശ്വര്യ മിസ് ആരും കണ്ടിന്യൂ ചെയ്യുന്നു.